Hello students, today we are discussing about what is computer and functional unit of computer. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കമ്പ്യൂട്ടർ, അതേപോലെ ഫങ്ഷണൽ യൂണിറ്റ്, കമ്പ്യൂട്ടറിന്റെ ഡിഫറെന്റ് യൂണിറ്റുകൾ, പാർട്ടുകൾ. ഇതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊരു ഡിവൈസ് ആവട്ടെ, ആ ഡിവൈസിന് ഡിഫറെന്റ് പാർട്ടുകളും അതിന്റെ ഡ്യൂട്ടികൾ ഉണ്ടാവും. അത് ഇലക്ട്രോണിക് ആവട്ടെ, മെക്കാനിക്കൽ ആവട്ടെ, ഏത് ഡിവൈസ് ആവട്ടെ, അതേപോലെ കമ്പ്യൂട്ടറിനും ഉണ്ട് അതിൻ്റെതായ ഡിഫറെന്റ് യൂണിറ്റ്. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ. ആദ്യം കമ്പ്യൂട്ടറിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. വാട്ട് ഈസ് കമ്പ്യൂട്ടർ? വി ഹാവ് മെനി ഡെഫിനിഷൻസ്. മെനി സയന്റിസ്റ്റ് ആർ ഡെവലപ്ഡ് മെനി ഡെഫിനിഷൻസ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് പഠിക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടർ ഈസ് എ ഇലക്ട്രോണിക് ഡിവൈസ്. It accepts input as a data and process it and convert data into information. That is called computer. ഒരു ഡാറ്റയെ ഇൻപുട്ട് ആയിട്ട് സ്വീകരിച്ച് അതിനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് ആക്കി കൺവേർട്ട് ചെയ്യുന്ന, ഇൻഫർമേഷൻ ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ അതിന്റെ തുടക്ക കാലഘട്ടത്തില് ഒരു ലാർജ് റൂമിൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന വലിയ സൈസ് ഉള്ള കമ്പ്യൂട്ടറുകളായിരുന്നു. അന്ന് IC ചിപ്പുകൾക്ക് പകരം വാക്യൂം ട്യൂബ്സ് ആണ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു കമ്പ്യൂട്ടറിന് അതിന്റെ ഏരിയ, അതിനെ ഒക്യുപ്പൈ ചെയ്യേണ്ട ഏരിയ വളരെ വലുതായിരുന്നു. ഇറ്റ് മസ്റ്റ് ബി എ ലാർജ് ലൊക്കേഷൻ. ബട്ട് നൗ ടെക്നോളജി ചേഞ്ച്ഡ്. ഇൻസ്റ്റെഡ് ഓഫ് വാക്യൂം ട്യൂബ് വി ആർ യൂസിങ് IC ചിപ്സ് ആൻഡ് മൈക്രോ പ്രോസസ്സേഴ്സ്. മൈക്രോ പ്രോസസ്സർ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് വെരി ലാർജ് സ്കെയിൽ ചിപ്പുകൾ ഇന്ന് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സൈസ് ഒരു ലാർജ് റൂമിൽ നിന്ന് ചെറുതായി ഡെസ്ക്ടോപ്പായി, ലാപ്ടോപ്പായി, പാംടോപ്പായി, മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകളായി യൂസ് ചെയ്യുന്ന കാലഘട്ടമാണിത്. ഏതൊരു കാലഘട്ടത്തിലായാലും കമ്പ്യൂട്ടറിന്റെ ഷേപ്പും അതിന്റെ ഫങ്ഷണൽ യൂണിറ്റും യാതൊരു വ്യത്യാസവും ഇല്ല. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ ഉപജ്ഞാതാവ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ ഈ ഒരു രൂപം ഉണ്ടാക്കിയത് ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻ ആൻഡ് ഗ്രേറ്റ് സയന്റിസ്റ്റ് ജോൺ വാൻ ന്യൂമാൻ സജസ്റ്റഡ് ദിസ് മോഡൽ. നൗ വി ആർ യൂസിങ് ദ സെയിം മോഡൽ. ഈസ് എ ഗ്രേറ്റ് സയന്റിസ്റ്റ് ആൻഡ് മാത്തമാറ്റീഷ്യൻ. കാലഘട്ടമായിട്ട് ഓരോ എവല്യൂഷനിലും കമ്പ്യൂട്ടറിന്റെ ഡിഫറെന്റ് ജനറേഷനുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഓരോ എവല്യൂഷനിലും ജോൺ വാൻ ന്യൂമാൻ ഡെവലപ്പ് ചെയ്ത ഇതേ ഫങ്ഷണൽ യൂണിറ്റുകൾ ഇതേ രൂപത്തിൽ തന്നെയാണ്. അതിന്റെ സൈസിലും ഷേപ്പിലും ഒക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഫങ്ഷണൽ യൂണിറ്റിന് യാതൊരു ചേഞ്ചസും ഇല്ല. ഫങ്ഷണൽ യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ് ആൻഡ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ദി സെൻട്രൽ പ്രോസസിംഗ് ഹാവിംഗ് കൺട്രോൾ യൂണിറ്റ് ആൻഡ് മെമ്മറി യൂണിറ്റ്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിനെ നമുക്ക് മൈക്രോ പ്രോസസർ എന്ന് വിളിക്കാം. ഈ ചിപ്പില് ആക്ച്വലി മെമ്മറി യൂണിറ്റും കൺട്രോൾ യൂണിറ്റും ഉണ്ട്. ഓരോ യൂണിറ്റിന്റെ ഉപയോഗവും അതിന്റെ ഷേപ്പും കാര്യമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കൂ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡാറ്റ ഇൻപുട്ട് ആയിട്ട് വരുന്നുണ്ട് അല്ലെ? അതിനെ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയും. ആ ഡാറ്റയെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റില് മെമ്മറി യൂണിറ്റും ഉണ്ടാവും, കൺട്രോൾ യൂണിറ്റും ഉണ്ടാവും. ഈ മെമ്മറി യൂണിറ്റും കൺട്രോൾ യൂണിറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നത്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് യൂണിറ്റ് കാണും. ഹ്യൂമൻ റീഡബിൾ ഫോം ആയിട്ടുള്ള അല്ലെ പ്രിന്റബിൾ ഫോം ആയിട്ടുള്ള ഇൻഫർമേഷനെ ഔട്ട്പുട്ട് ഡിവൈസിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡാറ്റയെ ഇൻപുട്ടായിട്ട് സ്വീകരിച്ചു, ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്തിട്ട് അതിനെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിലേക്ക് കൊടുത്തു. അവിടെ നിന്ന് ഡാറ്റയെ പ്രോസസ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റിലൂടെ ആ റിസൾട്ട് ഇൻഫർമേഷൻ ആയിട്ട് കിട്ടി. ഹിയർ ആക്ച്വലി കൺവേർട്ടിംഗ് ഫ്രം ഡാറ്റ ഇൻടു ഇൻഫർമേഷൻ ത്രൂ പ്രോസസിംഗ് യൂണിറ്റ്. ദീസ് ആർ ദ മെയിൻ functional structure of a computer. It is very important picture. All of you have to study and write well. ഇത്
നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. ഇത് നിങ്ങൾ വരച്ച് പഠിക്കുകയും അതിൻ്റെ ഡാറ്റ ഫ്ലോ ആൻഡ് കൺട്രോൾ ഫ്ലോ നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് യൂസ് ചെയ്തത് ആണ് ഡാറ്റ ഫ്ലോ ആൻഡ് ഡോട്ടഡ് ലൈൻ ആർ കൺട്രോൾ ഫ്ലോ. ഫസ്റ്റ് നമുക്ക് ഇൻപുട്ട് യൂണിറ്റിന്റെ ഡ്യൂട്ടി നോക്കാം. ഇൻപുട്ട് യൂണിറ്റ് മീൻസ് ഇൻപുട്ട് ഡിവൈസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തെല്ലാം ഇൻപുട്ട് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കോമൺലി യൂസിങ് ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ്, മൗസ് ഒക്കെ. പിന്നെ ഗെയിമിനൊക്കെ നമ്മൾ ജോയ്സ്റ്റിക്ക് പോലത്തെ, ടച്ച് സ്ക്രീൻ പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇന്നത്തെ പാം ഡിവൈസുകളിലൊക്കെ ടച്ച് സ്ക്രീൻ ആണ് കീബോർഡിന്റെ പകരമൊക്കെ ഉള്ളത്. കീബോർഡിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസിന്റെ ഡ്യൂട്ടി, ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് ഹ്യൂമൻ ഡാറ്റ ഓർ ഇൻപുട്ട് ഡാറ്റ ടു പ്രൊസസർ എന്നുള്ളതാണ്. യൂസർ ഇൻപുട്ട് കൊടുക്കുന്ന ഡാറ്റയെ പ്രൊസസറിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക ആൽഫബറ്റ്, നമ്പർ, സ്പെഷ്യൽ ഡിജിറ്റ് ഒക്കെ ആയിട്ടാണ്. ഇതിനൊക്കെ ന്യൂമറിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇൻപുട്ട് ഡിവൈസുകളാണ്. നമുക്കറിയാം, കമ്പ്യൂട്ടറിൽ ന്യൂമറിക് ഡാറ്റ മാത്രമേ സ്വീകരിക്കൂ. ആ ന്യൂമറിക് ഡാറ്റയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ ഹ്യൂമൻ സൈഡിൽ നിന്ന് ഒരു ഇൻപുട്ട് സ്വീകരിക്കുന്ന ഡിവൈസുകൾ, അതാണ് ഇൻപുട്ട് ഡിവൈസസ്. മെനി ഇൻപുട്ട് ഡിവൈസ് വി ഹാവ്. ഈ ചിത്രം നോക്ക്. ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് 10-ലധികം ഇൻപുട്ട് ഡിവൈസുകൾ കാണാം. ഈ ഓരോ ഡിവൈസും ഹ്യൂമൻ ഇൻപുട്ടിനെ കമ്പ്യൂട്ടർ ഫോമിലേക്ക്, കമ്പ്യൂട്ടർ ഡാറ്റ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന വർക്കാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്നാ പറയാം. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും ബ്രെയിൻ ഉണ്ടെങ്കിൽ നടക്കും. ബ്രെയിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ പാർട്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എങ്കിലും ബ്രെയിൻ ആണ് ഒരു മനുഷ്യനെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പാർട്ടാണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റില് മെയിൻ ആയിട്ട് 3 പാർട്ടുകളുണ്ട്. കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആൻഡ് മെമ്മറി, രജിസ്റ്റേഴ്സ്. നമ്മൾ ഓരോ പാർട്ടിനും ഡിഫറെന്റ് ഡ്യൂട്ടിയാണ്. കൺട്രോൾ യൂണിറ്റ് ഈസ് കൺട്രോളിംഗ് all function of a computer. Arithmetic and logical unit using calculations. All calculations are done by ALU. Registers are the memories. ഒരു ഓപ്പറേഷന് വേണ്ട എല്ലാ ഡാറ്റകളും അതിൻ്റെ മെമ്മറി യൂണിറ്റിൻ്റെയും കൺട്രോൾ യൂണിറ്റിൻ്റെയും ഇടയിൽ സ്പീഡിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി ഏരിയ ആണ് രജിസ്റ്റേഴ്സ്. ഇങ്ങനെ ALU, CU ആൻഡ് രജിസ്റ്റേഴ്സ് ആർ ഇൻ ദ CPU ഏരിയ. CPUവിന്റെ ചിത്രം നിങ്ങൾക്ക് കാണാം. ഈ ചെറിയ ഒരു ചിപ്പാണ് ഈ 3 പാർട്ടും. കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും രജിസ്റ്റേഴ്സ് ഒക്കെ ഈ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആയ ഈ ചിപ്പിലാണുള്ളത്. ഈ ചിപ്പാണ് കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പാർട്ട്. ഇതിനെ നമ്മൾ പ്രൊസസർ എന്ന് പറയും. നമുക്കറിയാം, ഒരുപാട് പ്രൊസസേഴ്സ് ഉണ്ട്. ഇന്റൽ പെന്റിയം 1, 2, 3, 4, 5, 6 അങ്ങനെ ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്. ഓരോ പ്രൊസസറിന്റെ വേർഷൻ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും അതിന്റെ സ്പീഡും കപ്പാസിറ്റിയും ഒക്കെ കൂടുകയും ചെയ്യും. നെക്സ്റ്റ് യൂണിറ്റ് ആണ് സ്റ്റോറേജ് യൂണിറ്റ്. ആക്ച്വലി സ്റ്റോറേജ് യൂണിറ്റ് ആർ സ്റ്റോറിംഗ് ഓൾ ഡാറ്റ ഓർ ഇൻഫർമേഷൻ ഫ്രം കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന്റെ ഡാറ്റയോ ഇൻഫർമേഷനൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആണ് storage unit. Storage unit we can classify mainly primary and secondary memory. Primary memory എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഡാറ്റ വാനിഷ് ആയി പോകുന്ന വോളറ്റൈൽ മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. റോം, റാം ഒക്കെ അതിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് സെക്കൻഡറി സ്റ്റോറേജ്. ഒരു ഡാറ്റയോ ഇൻഫർമേഷനോ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി ഏരിയ ആണ് സെക്കൻഡറി സ്റ്റോറേജ്. ഫ്ലാഷ് മെമ്മറി, ഹാർഡ് ഡിസ്ക്, CD, DVD ഇതൊക്കെ സെക്കൻഡറി സ്റ്റോറേജിന് ഉദാഹരണമാണ്.
storage device we are using to store the data and it retrieve data according to the user request. ഇവിടെ നിന്ന് വേണ്ട സമയത്ത് യൂസർക്ക് ഡാറ്റ റിട്രീവ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയും സ്റ്റോറേജ് യൂണിറ്റിന്റെ ഒരു ഫംഗ്ഷനാണ്. ഈ പിക്ചറിൽ നോക്ക്, ഈ ഡിവൈസുകളൊക്കെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് യൂണിറ്റുകൾക്ക് ഉദാഹരണമാണ്. നിരവധി സ്റ്റോറേജ് യൂണിറ്റുകൾ ഉണ്ട്. ഈ ഓരോ സ്റ്റോറേജും അതിന്റെ യൂസ് ഡിഫറെന്റ് ആണ്, അതിന്റെ സൈസ് ഡിഫറെന്റ് ആണ്, അതിന്റെ കപ്പാസിറ്റി ഡിഫറെന്റ് ആണ്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ് ആണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ആക്ച്വലി ദ ഡ്യൂട്ടി ഓഫ് ഔട്ട്പുട്ട് യൂണിറ്റ് ഈസ് കൺവേർട്ടിംഗ് റിസൾട്ട് ഇൻ ടു യൂസർ. ഒരു കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്ത ഇൻഫർമേഷനെ യൂസർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് ഔട്ട്പുട്ട് യൂണിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇറ്റ് കൺവേർട്ട് ഓൾ ഡാറ്റ ഓർ ഇൻഫർമേഷൻ ഇൻ ടു ഹ്യൂമൻ റീഡബിൾ ഫോം. ഹ്യൂമൻ റീഡബിൾ ഫോം ആയിട്ടുള്ള ഔട്ട്സൈഡ് വേൾഡിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുന്നത് ഔട്ട്പുട്ട് ഡിവൈസാണ്. മോണിറ്റേഴ്സ് ഉണ്ട്, പ്രിന്റേഴ്സ് ഉണ്ട്, സ്പീക്കേഴ്സ് ഉണ്ട്, ഹെഡ്ഫോൺസ് ഉണ്ട്. ഇതൊക്കെ ഔട്ട്പുട്ട് യൂണിറ്റിന്, ഔട്ട്പുട്ട് ഡിവൈസുകൾക്ക് ഉദാഹരണമാണ്. ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഡിവൈസിനെ കുറിച്ചും പഠിക്കുന്നതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ സംസാരിക്കുന്നില്ല. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിൻ ആയിട്ട് വാട്ട് ഈസ് കമ്പ്യൂട്ടർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളതാണ്. എന്താണ് കമ്പ്യൂട്ടറിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. അതേപോലെ ഫങ്ഷണൽ യൂണിറ്റ്, ഇറ്റ് ഹാവിംഗ് ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് control unit, arithmetic logical unit, registers and memories. Memory we have classified primary and secondary. These all are the core content today we are discussed. ഈ ഫങ്ഷണൽ യൂണിറ്റിന്റെ പിക്ചേഴ്സും ഓരോ യൂണിറ്റിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എങ്കിലും എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള എക്സ്പ്ലനേഷനും നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. എല്ലാ എക്സാമിനും ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക, വിളിക്കുക. എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഡിസ്കസ് ചെയ്ത് നമുക്ക് പഠിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.